ശരിക്കും നമ്മുടെ അച്ചായൻ ചിക്കൻ കറിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആകുന്ന നമ്മുടെ മെൽട്ടായിക്കൊണ്ടിരിക്കുന്ന ഓണിയനും ആ കറിവേപ്പിലയും ആ ചില്ലിയും അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ തിളച്ച് നിൽക്കുന്നത് കാണാനും ഒരു സ്പെഷ്യാലിറ്റി തന്നെയല്ലേ. ഹായ്, ഹലോ ഫ്രണ്ട്സ്, ഹായ്. ട്രാവൽ ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളുടെ അവിടെയൊക്കെ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ട് എല്ലാവരും ഇറച്ചി വയ്ക്കും. അത് ഇറച്ചി അല്ലാതെ ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നോമ്പൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ്. അതും ഇത്തിരി സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ വറുത്ത് നമ്മുടെ മസാലപ്പൊടിയൊക്കെ വറുത്ത് അതിൻ്റെ ഒപ്പം നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഞാനങ്ങ് പറഞ്ഞങ്ങ് കൊഴുപ്പിക്കുന്നില്ല. എന്തായാലും വീഡിയോ കാണണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഷാരറ്റ്സും, അതായത് ചെറിയുള്ളിയും പിന്നെ ഗാർലിക്കും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പേസ്റ്റ് ചെയ്ത് ഒന്ന് മിക്സി കൂടി ചെയ്തിട്ടുണ്ട്. കറി ലീവ്സും ഞാൻ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഗ്രേവി ഇടുന്നതിന് മുമ്പ് കുറച്ച് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കേണ്ട ഐറ്റം. അതിന് നമുക്ക് ആവശ്യമായത് ഓണിയൻ വേണം, കറിവേപ്പില വേണം, പിന്നെ ചില്ലി വേണം, പിന്നെ നീളത്തിലരിഞ്ഞ ജിഞ്ചർ അങ്ങോട്ട് വേണം. ഇവയൊക്കെ എണ്ണയിൽ കിടന്ന ഒരു മൊരിയുന്ന ഒരു ഫ്ലേവർ ഇപ്പം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ടൊമാറ്റോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഷാലഡ്സ്, അതായത് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ഗാർലിക് ഇത്രയും വേണ്ട, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ എടുത്തതേ ഉള്ളൂ. കറക്റ്റ് അളവൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്തത് നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യമാണ് മസാലയായിട്ട്. മാത്രം കൊണ്ട് ഒരു ചിക്കൻ മസാലയാവും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഈ പ്രാവശ്യം നമുക്ക് ചിക്കനിൽ കുറച്ച് നാരങ്ങ ഒഴിക്കണം. അപ്പം നാരങ്ങയുടെ സിമ്പിൾ ഇങ്ങോട്ട് വരട്ടെ. വന്നു. അപ്പം നാരങ്ങ ഒന്ന് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങയുടെ പാതി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ ഇളക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. ഒരു പ്രത്യേക ഫ്ലേവറാണ് അത്. ഒരു ചട്ടിയിൽ അങ്ങോട്ട് ഇടുന്ന നമ്മൾ മല്ലിപ്പൊടിയും ഒരു മുളക് പൊടിയും പിന്നെ അങ്ങോട്ട് തെറ്റിപ്പോണല്ലോ ടർമറിക് പൗഡറും അങ്ങനെ എല്ലാം കൂടി അങ്ങിട്ട് നമ്മളൊന്ന് ചട്ടിയിലൊന്ന് ചൂടാക്കി എടുക്കും. ഇത് പൗഡർ എന്താണ് ചൂടാക്കി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കാണ് നമ്മുടെ നേരത്തെ ഞാൻ പേസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കാണിച്ചില്ലേ, അതൊക്കെ ഇട്ടൊന്ന് നമ്മൾ ഒന്നുകൂടി ഇട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അച്ചായൻസ് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതകളൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതിലൊരു സീക്രട്ടാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ, ഇതിൽ ട്രാവലിംഗ് ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്നേ. നമ്മൾ കുറേ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്. നാടൻ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, കേരള സ്റ്റൈൽ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, ഒത്തൻറ്റിക് ആയിട്ടുള്ള ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, പിന്നെ എന്താ പറയുക കുട്ടനാടൻ, പിന്നെ ചെട്ടിനാട്, അങ്ങനെ ഇഷ്ടംപോലെ നാടുകളിലെ ഒരു കറികളുണ്ട്. എല്ലാത്തിനും ടേസ്റ്റും എല്ലാം ഡിഫറൻസ് ആണ്. ഇപ്പം നമ്മൾ ഗാർലിക്കും ഷാലഡ്സും ഇട്ടു, ഇപ്പം നമ്മൾ ടൊമാറ്റോ ഇട്ടു കേട്ടോ. അപ്പം ഇനി പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് മറന്നു പോയി കരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പം നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ടവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതിയെടുത്തോളണം, മറക്കരുത്. അതിൻ്റെ ഇടയിലേക്ക് ഇടുന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വെന്തങ്ങ് വരണം. ചെറിയൊരു ചൂടിൽ ഇതൊക്കെ അങ്ങ് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതിൽ ഒട്ടി പിടിക്കത്തില്ലേ, അതിൽ വെള്ളം ഇറങ്ങത്തില്ലേ? വെള്ളമൊന്നും ഇറങ്ങത്തില്ല. ഇനിയിപ്പോൾ അത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കിയിട്ടുണ്ടാകും. വളരെ പൊടിക്ക് വെള്ളം ഒഴിച്ചാൽ മതി വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ എന്താ പറയുക ടൊമാറ്റോ പേസ്റ്റ് ആകുമ്പോൾ കുറച്ച് വാട്ടറി ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട. അപ്പോൾ ഈ ടൊമാറ്റോ ആണ് നമ്മൾ ഗ്രേവി ആയിട്ട് ആഡ് ചെയ്യാൻ ഒഴിക്കുന്നത്. അപ്പോൾ ടൊമാറ്റോയും കൂടി അതിൽ മിക്സ് ചെയ്ത് കുക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മിക്സിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വരുന്നില്ല, പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ നമുക്കിത് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇത് പേസ്റ്റ് ചെയ്തെടുക്കാം. പേസ്റ്റ് ചെയ്യുന്ന സമയത്തേ നമുക്ക് ആ ചിക്കൻ അങ്ങോട്ട് വറുത്തെടുക്കണം. അതിന് കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിക്കണം. കോക്കനട്ട് ഓയിൽ കണ്ടില്ലേ, അതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കണം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാവലിംഗ് ഷെഫ് ചെയ്യുന്ന ചിക്കൻ വറക്കലാണ്.
തെറ്റിപ്പോയല്ലോ. അതല്ല, നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചൈനീസ് ചിക്കൻ കറി. എൻ്റെ പൊന്നേ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നാവിൽ വെള്ളം ഊറുന്നുണ്ടോ ആവോ, പക്ഷെ എനിക്ക് ചെറുതായിട്ട് നല്ലൊരു ഫീൽ അങ്ങോട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അങ്ങ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ടാണ് ഈ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച, നേരത്തെ കാണിച്ചില്ല, സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കുക്കിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും സ്ലോ കുക്കിംഗ് ആയിരിക്കും സൗത്ത് ഇന്ത്യൻ്റെ കുക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൗത്ത് ഇന്ത്യക്കാർ എപ്പോഴും സ്ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ അച്ചായൻസ് ചിക്കൻ കറി ആണല്ലോ, അതും ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ. അപ്പം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളടുത്ത് പറയുകയാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് കണ്ടില്ല, അതുപോലെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യും, ട്രാവൽ വീഡിയോസൊക്കെ വരും. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം അച്ചായൻസ് ചിക്കൻ കറിയാണ്. അപ്പോൾ അച്ചായൻസ് ചിക്കൻ കറി നന്നായിട്ട് ഇവിടെ ഇപ്പോൾ റെഡിയായി വരികയാണ്. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഈ ഓണിയനിലേക്ക് മെൽട്ടായി വരട്ടെ. ഓണിയൻ ഇതിലേക്ക് മെൽട്ടായി വരുന്നത് കണ്ടോ? എൻ്റെ പൊന്നെ, ആ ഒരു ഓയിലിൽ കിടന്നിട്ട് ഓണിയൻ ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഒരു സ്ലോ മോഷൻ വീഡിയോയിൽ എന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. നമ്മുടെ ഓണിയൻ കുറച്ച് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. നല്ല അടിപൊളി പച്ചമുളക് അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യുക, കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്യുക. ഇതാണ് അച്ചായൻസ് ചിക്കൻ കറിയുടെ മസാല. അപ്പോൾ അച്ചായൻസ് ചിക്കൻ കറിയുടെ മസാല ഇതവിടെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉണ്ടാവും, ഇപ്പം ഒരു സ്പാൻ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ആവും. ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ആ ഓണിയനും ആ ഒരു പച്ചമുളകും ആ ഒരു കറിവേപ്പിലേക്ക് കിടന്ന് മെൽട്ടാവുന്ന കണ്ടാ ശരിക്കും അങ്ങോട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ടാവും. ആ ഒരു മിക്സിങ്ങിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അടി പിടിക്കാതെ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും ഒന്ന് കുറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. നേരത്തെ ചെയ്തു വെച്ച പേസ്റ്റ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പരിപാടിയും കൂടി ഉണ്ട് പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ. ഈ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതൊരു പ്രത്യേകതയാണ്. നമ്മുടെ ചിക്കൻ കറി ഉപ്പുണ്ടോ നോക്കി, സംഭവം റെഡിയായി. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ അങ്ങോട്ട് ആ ഗ്രേവി അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അത് അവിടെ കിടന്നൊന്ന് തിളച്ച് വരണം. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ ടൈം കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ. നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചായൻ ചിക്കൻ കറിയുടെ ചിക്കനാണ്, വറുത്ത ചിക്കനാണ്. ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ചു നേരം കാത്തു നിൽക്കണം. അതിലാണ് നമ്മുടെ ഒരു പ്രത്യേകത. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് താല്പര്യമില്ല. ഇപ്പം തന്നെ അങ്ങ് കഴിച്ചാൽ രണ്ട് മിക്സ് ചെയ്തിട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പാടില്ല, കുറച്ചും കൂടി വരുമ്പോഴല്ലേ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നത് നമ്മുടെ അമ്മച്ചിയാണ്. അപ്പോൾ അമ്മച്ചിക്ക് താങ്ക്സ്. അപ്പോൾ ഇനി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ അങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കണം. അപ്പോഴാണ് ഒരു ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആ മസാലയോട് കൂടി കഴിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു സ്പൈസിയും ആ ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ കയ്യിലൊക്കെ നമ്മളിങ്ങനെ കറിയൊക്കെ ആവും, അതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഒരു ചിക്കൻ കറി കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ? അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നാളെ പോയിട്ട് ചിക്കൻ മേടിച്ചോ, ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കോ, അടിപൊളിയായിരിക്കും. നമ്മൾ ഈസ്റ്ററിന് ഉണ്ടാക്കാം, എന്ത് പരിപാടിക്കും ഉണ്ടാക്കാം. ഈസ്റ്ററിന് മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കാം. സംഭവം കിടലിനാണ്. കണ്ടി നോക്ക്, മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ മസാലാസൊക്കെ പറ്റി പിടിച്ച് വരണത്. ഇനി നിങ്ങൾ പറ, ഈ സംഭവം കിടുക്കാതിരിക്കുമെന്ന്? കിടുക്കനല്ല സാധനം, കിടുക്കനാണ്, പൊളിയാണ് ചിക്കൻ കറി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. നമ്മൾ ഈ മസാല അങ്ങ് പറ്റി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചായൻ ചിക്കൻ കറിയുടെ ഒരു സ്പൈസി അങ്ങോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ദേ നമ്മുടെ ചിക്കൻ കറി തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം അങ്ങ് റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ അവസാനം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് കാണിച്ചിരുന്നു. അതിലേക്ക് കുറച്ച് പെപ്പർ അങ്ങോട്ട് ആഡ് ചെയ്യുക. ആഹാ, നമ്മുടെ ചിക്കൻ കറി ഫൈനലി ഇറ്റ്സ് റെഡി. ഇതാ നമ്മുടെ ചിക്കൻ കറി കണ്ട
എന്നിട്ട് അതിലേക്ക് ഒരു ടൊമാറ്റോ കൊണ്ട് ഒരു റോസ് പോക്ക് ഉണ്ടാക്കി അതിലേക്ക് വെക്കണം. എന്നിട്ട് 2 കറിവേപ്പില അങ്ങോട്ട് മുകളിലേക്ക് വെക്കണം. വേറൊന്നും വേണ്ട. പാലപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പവും ഇങ്ങനത്തെ ഒരു മസാല കൊണ്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറി കൂട്ടി കഴിക്കുന്ന ഒരു ഫീലൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. കിടുവല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഷട്ടപ്പട്ടേന്ന് അങ്ങ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് സംഭവം. അതുകൊണ്ടാണ് പറഞ്ഞത് മറക്കാതെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നമുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഹാവ് എ ഗുഡ് ഡേ. ബൈ ഗൈസ്. Lost in the sound into the light now.